സത്യത്തിൽ നല്ല കലി പൊട്ടിയിട്ടാണ് വണ്ടിക്കകത്ത് വന്നിരിക്കുന്നത്. വായന എന്തൊക്കെ വരും എന്നുള്ളത് ഒരു പിടുത്തമില്ല. കേരള ക്രിക്കറ്റ് അസോസിയേഷൻ എന്നാണ് ഇത്ര കാലം ഞാനും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതേ അസോസിയേഷൻ്റെ അണ്ടറിലുള്ള ലീഗും കാര്യങ്ങളൊക്കെ കളിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ കൂടിയാണ് ഞാൻ. ക്രിക്കറ്റിനോട് അത്രയും ഇഷ്ടവും സ്നേഹവും ഉണ്ടാകുമ്പോൾ നമ്മുടെ അസോസിയേഷനോട് നമുക്ക് എന്തുണ്ടാവും, ഇഷ്ടവും സ്നേഹവും ഉണ്ടാവും. പക്ഷെ ഇന്നത്തോടു കൂടി അത് പോയി കിട്ടി. കേരള കൊട്ടേഷൻ അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ അധോലോക ഗ്യാങ് സഞ്ജു സാംസണെതിരെ കൊട്ടേഷൻ കൊടുക്കലാണ് ഇവന്മാരെ മെയിൻ പരിപാടി. ഇവന്മാരതാ എടേ, ഒരു നാട്ടിൽ നിന്ന് ഇന്റർനാഷണൽ കളിക്കുന്ന, ഇന്ത്യ കളിക്കുന്ന ഒരു പ്ലെയർ ഒരു സ്റ്റേറ്റിൽ ഉണ്ടായിട്ട് ആ പ്ലെയറിനെ പ്രൊട്ടക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആ പ്ലെയറിനുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കി കൊടുക്കാനോ പറ്റില്ല എന്നുണ്ടെങ്കിൽ ആ KCA എന്ന് പറഞ്ഞ സാധനവും പൂട്ടി വെച്ചോ അല്ല ആട് മേയ്ക്കാനോ അല്ലെങ്കിൽ പശു മേയ്ക്കാനോ പോയിക്കോ. സായി, ഒരു കേരളത്തിൽ ജനിക്കുന്ന ഒരു കുട്ടി, എല്ലാവരും മനസ്സിലാക്കുക, ഇന്ത്യയിൽ ഇത്രയും സംസ്ഥാനങ്ങളിൽ കേരളത്തിൽ ജനിക്കുന്ന ഒരു കുട്ടിക്ക് ഒരു ക്രിക്കറ്റർ ഇന്ത്യൻ ടീമിന് വേണ്ടി കളിക്കണം, ഇന്ത്യൻ ടീമിന്റെ ജേഴ്സി എന്ന് വെച്ചാൽ അത് നോട്ട് അറ്റ് ഓൾ പ്രാക്ടിക്കൽ. കാരണം കേരളത്തിൽ നിന്ന് പറഞ്ഞ ഒരാളുടെ സാഹചര്യവും നോർത്തിൽ നിന്ന് പറഞ്ഞ ഒരാളുടെ സാഹചര്യവും രണ്ടും ഡിഫറെൻ്റ് ആണ്. KCA അണ്ടറിൽ മര്യാദക്ക് നല്ല അക്കാദമീസ് പോലും കേരളത്തിലില്ല. അങ്ങനെ വന്ന സഞ്ജു സാംസൺ നമ്മുടെ കേരളത്തിന് വേണ്ടിയിട്ട്, നമ്മുടെ ഇന്ത്യക്ക് വേണ്ടിയിട്ട് കൺസിസ്റ്റൻസി ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരു സാംസൺ പെർഫോമൻസിന്റെ പീക്കിൽ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളെ പ്ലെയറിനെ ബാക്ക് ചെയ്യാൻ പറ്റിയില്ല. നിങ്ങൾക്ക് നിങ്ങളെ പ്ലെയറിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒന്നും ചെയ്യണ്ട, ഉപദ്രവിക്കാതിരുന്നൂടെ? എനിക്ക് തോന്നേ പാവയാവുന്നു. നോർത്തിൽ നിന്ന് ആളെ സഞ്ജു കളിക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ KCA പൈസ കിട്ടിയ ചിലപ്പോ തന്നെ വരെ മാറ്റി പറഞ്ഞ ആൾക്കാരാണ്. ഉള്ള കാര്യം പറയല്ലോ, എല്ലാരും പറയില്ല, ചിലർ ഇത് ഭയങ്കര ഇമോഷണൽ. സഞ്ജുവിന്റെ ഏറ്റവും കരിയറിന്റെ ഏറ്റവും പീക്ക് ടൈമിൽ അത് അടുപ്പിച്ച് 5 കളിയിൽ 3 സെഞ്ചുറി അടിച്ചിരിക്കുന്ന സമയത്ത്. അതും ഞാനൊരു കാര്യം പറയട്ടെ, സഞ്ജു സാംസണ് ചാമ്പ്യൻസ് ട്രോഫി നമ്മുടെ നാട് ബാക്ക് ചെയ്ത് നമ്മുടെ ആളെ പിന്നെ നമ്മുടെ മലയാളി സഞ്ജു പിന്നെ ആരും അറ്റ്ലീസ്റ്റ് ഇത് കാണുന്ന സോഷ്യൽ മീഡിയയിലുള്ള ഇൻഫ്ലുവൻസേഴ്സും ബാക്കിയും നിങ്ങൾ വായ തുറക്കാം. കാരണം നമ്മൾ ടാക്സ് കൊടുക്കുന്ന പൈസക്കാണ് ഇവർ ഈ പരിപാടി ഫുള്ള് നടത്തുന്നത്. നമ്മുടെ അഭിമാനവും നമ്മുടെ ഒരാളുടെ അങ്ങനത്തെ ഒരാളുടെ സംഭവം ചോദ്യം ചെയ്യണം. ഈ നാട്ടിൽ എന്തും ആവാം. കുറച്ച് പേര് ടേബിളിന്റെ ചുറ്റും വട്ടത്തിൽ നിന്നിട്ടുണ്ടെങ്കിൽ രാഷ്ട്രീയക്കാരും, ഞാൻ ചോദിക്കട്ടെ, ഈ രാഷ്ട്രീയക്കാരും നമ്മുടെ മന്ത്രിമാരും ബാക്കിയോടൊക്കെ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഇത്രയും അഭിമാനമായിട്ടൊരു പ്ലെയറിനെ നമ്മുടെ സംസ്ഥാനത്ത് സാധ്യത ഔട്ടാക്കി. ചെന്നൈയിൽ ആലോചിച്ച് നോക്കി, ചെന്നൈയില് ശ്രീകാന്ത് സെലക്ടർ ആയിരിക്കുന്ന ടൈമിൽ 5 ചെന്നൈ പ്ലേയേഴ്സാണ് ഇന്ത്യക്ക് വേണ്ടി കളിച്ചത്. വേണ്ട ഒരാളാ മര്യാദക്ക് ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ ഒരാളാ. ഇവർക്ക് എന്താ അർഹതയുണ്ട് ഇത്രയും ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ ഒരു പ്ലെയറെ ടീമിന്ന് ഇത്രയും സ്റ്റേറ്റ് ഔട്ടാക്കാൻ വേണ്ടി? റീസൺ നിങ്ങൾ കേൾക്കണം. ഇന്നത്തെ സ്ക്വാഡ് ഞാനിവിടെ വായിക്കാം. രോഹിത് ശർമ്മ, ശുഭ്മൻ ഗിൽ, യശസ്വി ജയ്സ്വാൾ, വിരാട് കോഹ്ലി, ശ്രേയാസ് അയ്യർ, ഋഷഭ് പന്ത്, KL രാഹുൽ. ഈ ഋഷഭ് പന്ത്, ഞാൻ ഒരു കളിക്കാരനെയും എന്താ പറയാ മോശം പറയല്ല. ആക്സിഡന്റ് കഴിഞ്ഞതിന് ശേഷം ഈ ഋഷഭ് പന്ത് എത്ര ODI കളിച്ചു? ഒരു ODI, അത് ഫെയിലിയർ. സഞ്ജു ഓൾറെഡി കളിച്ച ലാസ്റ്റ് ODI 100, T20 300. ഒരാൾ പീക്കിൽ നിൽക്കുന്ന സമയത്ത് അയാളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ ഒരു അസോസിയേഷൻ ബേസിക്കലി ചെയ്യേണ്ടത്. സഞ്ജുവിനെ പുറത്തിടാനുള്ള റീസൺ എന്താ പറയുന്നതോ, വിജയ് ഹസാരെ ടീമിൽ സഞ്ജു കളിച്ചില്ല. വിജയ് ഹസാരെ ടീമിന്റെ ക്യാമ്പ് നടക്കുന്ന കാര്യം സഞ്ജു സാംസനെ അവർ അറിയിക്കുന്നു. KCA അറിയിച്ചതിന് ശേഷം സഞ്ജു സാംസൺ എന്ന് പറഞ്ഞ വ്യക്തി ക്യാമ്പിൽ പേഴ്സണൽ റീസൺസ് ഉള്ളത് കൊണ്ട് വരാൻ പറ്റില്ല, തിരിച്ച് റിപ്ലൈ കൊടുക്കുന്നു. സഞ്ജു ഇതിനു മുമ്പും സെയ്ദ് മുസ്താഖ് അലി, രഞ്ജി ട്രോഫി ഒക്കെ ക്യാമ്പ് അറ്റൻഡ് ആയത് ഇതേ സഞ്ജുവിനെ ആര് കളിപ്പിച്ചിട്ടുണ്ട്? KCA കളിപ്പിച്ചിട്ടുണ്ട്. ഞാൻ കംപ്ലീറ്റ് പറയാം, ഇതേ KCA കളിപ്പിച്ചിട്ടുണ്ട്. ഇവര് കാണിച്ച ചെറ്റത്തരം എന്താ പറയാ, മറ്റേ ഇല്ലാത്തരം ഞാൻ പറയില്ല, ചെറ്റത്തരം എന്താ പറയാ, ഇവര് കാണിച്ച ചെറ്റത്തരം. ഇത് കഴിഞ്ഞ് ക്യാമ്പ് കഴിഞ്ഞ ഉടനെ ഇവര് ടീം പ്രഖ്യാപിച്ചപ്പോ എന്തായി? സഞ്ജു സാംസന് ടീം കൊടുക്കാഞ്ഞത് ക്യാമ്പ് അറ്റൻഡ് ചെയ്യാത്തതുകൊണ്ടാന്നുള്ളത് ഇവര് പറഞ്ഞു. ഒരു അസോസിയേഷന് കൃത്യമായ ഇൻസ്ട്രക്ഷൻ BCCI ചെയ്യുന്നുണ്ടാവും. നിങ്ങളുടെ പ്ലെയറിനെ നിങ്ങൾ വിജയ് ഹസാരെ ട്രോഫി കളിപ്പിച്ചാൽ ടീമിലിട്ടാൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, സെലക്ഷൻ ക്രൈറ്റീരിയ. ഇതൊരു അസോസിയേഷൻ അറിയാം, ഇത് ഇവന്മാർക്ക് കൃത്യമായിട്ട് അറിയാം. ഇവന്മാരൊന്നും പുഷ് ചെയ്തില്ല സഞ്ജുവിനെ. ഇനി ഞാൻ കംപ്ലീറ്റ് പറഞ്ഞ സ്റ്റോറി. എന്നിട്ട് സഞ്ജു സാംസൺ എന്ന് പറഞ്ഞ വ്യക്തിനെ ഇവരെന്ത് ചെയ്തു? സഞ്ജു സാംസൺ മെയിൽ അയച്ചു, ക്യാമ്പ് അറ്റൻഡ് ചെയ്യാത്ത പോട്ടെ, പേഴ്സണൽ റീസൺസ് ആണ്. നാഷണൽ കളിക്കുന്ന, ഇന്റർനാഷണൽ കളിക്കുന്ന, ഇത്രയും ലെവൽ ഓഫ് ക്രിക്കറ്റ് കളിക്കുന്ന, ഇത്രയും പ്രൈം ഫോമിൽ നിൽക്കുന്ന ഒരാൾക്ക് അയാളുടെ പേഴ്സണൽ റീസൺ കാരണം ക്യാമ്പ് 3 ദിവസം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അയാൾ ഞാൻ കളിക്കാൻ റെഡിയാണ്, മാച്ച് തുടങ്ങുന്നതിന് മുന്നേ കളിക്കാൻ റെഡിയാണെന്ന് പറഞ്ഞ് KCAയിലേക്ക് മെയിൽ അയച്ചിട്ട് അതിന് KCA റെസ്പോണ്ട് ചെയ്തില്ല. എന്നിട്ട് തിരിച്ചൊരു റെസ്പോൺസ് എന്താ വരുന്നത് KCAന്റെ ഭാഗത്തുനിന്ന്? കുട്ടികളെ കളിപ്പിക്കാൻ, യങ് ടാലൻസിനെ കളിപ്പിക്കാനാണ് സഞ്ജുവിന് ചാൻസ് കൊടുക്കാൻ. ഉളുപ്പില്ലാത്ത വർത്താനം പറയുമ്പോൾ തിരിച്ചൊരു ചോദ്യം ചോദിക്കാണ്ട്, കേരള ഈ പറഞ്ഞ വിജയ് ഹസാരെ ട്രോഫി കളിച്ച ടീമിനകത്ത് 3 ഔട്ട്സൈഡ് പ്ലെയേഴ്സ്. ഓക്കെ, ഈ 3 ഔട്ട്സൈഡ് പ്ലെയേഴ്സിന് നിങ്ങൾ കേരളത്തിലെ ടാലൻസിനെ കളിപ്പിക്കാൻ പറ്റാത്തതുകൊണ്ടുള്ള 3 ആളെ പുറത്തുനിന്ന് കൊട്ടേഷൻ കൊടുത്ത് ഇറക്കുന്നത്. ഈ 3 പ്ലെയേഴ്സിന്റെ വയസ്സും കേട്ടോ നിങ്ങൾ. ജലജ് സക്സേന 38 വയസ്സ്, ആദിത്യ സർവട്ടെ 38 വയസ്സ്, ബാബ അപരാജിത്ത് കളിച്ചിട്ടില്ല എന്നാലും 32 വയസ്സ്, സഞ്ജുവിന് 30 വയസ്സ്.
എന്ത് പുളിഞ്ഞാക്കൂരി തൊലയ്ക്കാനാണ് നിങ്ങൾ മറ്റേ ഈ ഏജിന്റെ കാര്യം മറ്റേ സംഗതിന്റെ കാര്യം ഇനി ഇതും പറഞ്ഞ ഇതും കൂടി ഒറ്റ സാധനം കൂടി KCAന്റെ ഇരട്ടത്താപ്പും മറ്റേ ഡാഡി ഡിസോർഡറും ഞാനിപ്പോ പറഞ്ഞുതരാം. സഞ്ജുവിന്റെ ഒന്ന് ഈ പറഞ്ഞ സീനിയർ ജൂനിയർ മറ്റേ ജൂനിയർ പ്ലെയർ മറ്റേ മറിച്ച് എന്നുള്ള എല്ലാ കോമഡി സാധനങ്ങളും ഉമ്മാരടിച്ചു. അടുത്ത ഉമ്മാരടിച്ചത് എന്താ പറയുക ക്യാമ്പിന്റെ കാര്യം. ഇതേ വിജയ് ഹസാരെ ട്രോഫിയില് അജിനാസിന്റെ ഫ്രണ്ടാ ഞങ്ങളൊപ്പം കളിക്കുന്ന അജിനാസിന് പരിക്ക് പറ്റിയപ്പോ ഇവരെ ബാസിദിനെ കൊടുത്തു. ബാസിദിന്റെ ഫ്രണ്ടാ, ഇവന്മാരൊക്കെ അടിപൊളി കളിക്കാരാ. പക്ഷെ ബാസിദ് ക്യാമ്പ് അറ്റൻഡ് ചെയ്യാതെ എന്ത് ചെയ്തേ ടീമിനൊപ്പം ജോയിൻ ചെയ്ത്. സഞ്ജു സാംസൺ എന്ന് പറഞ്ഞ വ്യക്തിക്ക് ചാൻസ് കൊടുക്കാതെ എടീ ഉളുപ്പും നാണോ മാനവും കേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പരിപാടി കാണിക്കും. ഒറ്റ കാര്യമുള്ളൂ. അതായത് സഞ്ജു ക്യാമ്പ് അറ്റൻഡ് ചെയ്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഞ്ജുവിനെതിരെ ഹേറ്റ് സ്പ്രെഡ് ചെയ്യും. അതുവഴി സഞ്ജു ഇപ്പൊ നമ്മുടെ മലയാളികളായാലും ബാക്കിയുള്ള സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്യുന്ന സമയമാണ്. എങ്ങനെയെങ്കിലും സഞ്ജുവിന് ഹേറ്റേഴ്സ് ഉണ്ടാകും. അതുവഴി BCCക്ക് വേണ്ടിയിട്ട് അതായത് പരിപാടി ചെയ്യും. അത് മാത്രല്ല ഇവര് വേറെ പണിയും പറയും. KCAന്റെ അണ്ടറിൽ ഒരു പ്ലെയർ വളരുമ്പോ അത് KCAന്റെ മുകളിൽ വളരുമോ അല്ലെങ്കിൽ KCAന്റെ അണ്ടർ എടാ നിങ്ങൾക്കൊക്കെ എന്ത് ഈഗോ ആണ് ഒരു പ്ലെയറിനോടുള്ളത്? നിങ്ങളൊക്കെ ഈ ക്രിക്കറ്റും സാധനവും കളിച്ചു വന്നവരല്ലേ അതിനകത്ത് കയറിയിരിക്കുന്നത് അല്ലേ? നാളോ മാനോ ഉളുപ്പൂശിനും ഈ വളർന്നു വരുന്ന പ്ലേയേഴ്സിന് നിങ്ങൾ എന്ത് എൻകറേജ്മെന്റ് കൊടുക്കുന്നത്? സഞ്ജുവിനെ പോലുള്ള ഇന്ത്യൻ ടീമിൽ കയറിയ ആളെ പോലും നിങ്ങൾ പുറത്താക്കണം. അപ്പൊ ഒരു 10-15 വയസ്സുള്ള ഒരു കുട്ടി സഞ്ജു സാംസൺ ഐഡലായിട്ട് കളിക്കാൻ വേണ്ടി വരുന്നത്. അപ്പൊ അവര് മനസ്സിലാക്കണം KCL ഇങ്ങനെയൊക്കെയാണ്. സഞ്ജു സാംസനെ പറയുമ്പോൾ അവരുടെ അടുത്ത് പുറത്തു കളഞ്ഞു. അപ്പൊ നമ്മൾക്കൊക്കെ വരാൻ പറ്റുമോ? എന്ത് വില. അതായത് നമുക്കൊക്കെ അത്രയും മോട്ടിവേഷൻ. ഒരാൾ ക്രിക്കറ്റ് സ്വപ്നം കണ്ടിട്ട് അറ്റ്ലീസ്റ്റ് ഒരു സമ്മർ ക്യാമ്പിൽ അറ്റൻഡ് ആൾക്കറിയാം എന്തുമാത്രം ടഫാണ് കേരളത്തിൽ നിന്ന് ഇന്ത്യൻ ടീമിലേക്ക് എത്താനുള്ളത്. അത് ചെയ്ത് കാണിച്ച നമ്മുടെ ഒരു മലയാളി ഇന്ത്യക്ക് വേണ്ടി സെഞ്ചുറി ഒരേ ഒരു റീസൺ നിങ്ങൾ ആലോചിച്ച് നോക്കി. ഇന്ന് സഞ്ജു ചാമ്പ്യൻസ് ട്രോഫി പാകിസ്ഥാനിൽ നടക്കുന്ന ടീമിൽ ഇല്ലാത്തതിന്റെ ഒരേ ഒരു റീസൺ വിജയ് ഹസാരെ കളിപ്പിച്ചില്ല. കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ഗൂഢാലോചന. ഇതിനി ഞാൻ പറയട്ടെ, കേരളത്തിലെ പല പ്ലേയേഴ്സും പറയാൻ പഠിക്കും. സീനിയർ പ്ലേയേഴ്സ് ഞാൻ വെല്ലുവിളിക്കാം. ശ്രീശാന്ത്, സോണി ചെറുവത്തൂര്, കുറെ ടീംസ് ഉണ്ടല്ലോ ഇവിടുത്തെ വലിയ പ്ലേയേഴ്സ്. നിങ്ങളൊക്കെ വായിൽ നാക്കുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുറത്ത് വന്ന് പറ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നാളെ KCL ഒരു സ്ഥാനം കിട്ടുന്നു, KCL എന്തോ സംഭവം ആക്കാന്നൊക്കെ വിചാരിച്ചിരുന്നിട്ട് KCL മൂടും നാങ്ങി നിൽക്കുന്ന പരിപാടിയാണെന്ന് നിങ്ങൾ കാണിക്ക്. നിങ്ങൾ ഇവിടെ ആകെ പറയണല്ലോ. ഞാൻ പറഞ്ഞല്ലോ ഞാൻ ക്രിക്കറ്റിനെ അത്രയും സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എനിക്കിനി KCL ആയിട്ട് ഒരു കോപ്പുമില്ല. ഈ ഇത്ര കാലത്തിന്റെ ഇടയിൽ ഇവർ കാണിക്കുന്നതും അല്ലെങ്കിൽ ഇവർ ചെയ്യുന്നതുമായിട്ടുള്ള പ്രവർത്തികൾ പലതും നല്ലതുണ്ട് പലതും മോശമുണ്ട്. പക്ഷെ ഈ കാണിച്ച ചെറ്റത്തരമാണ്. ഈ പീക്കിൽ നിൽക്കുന്ന സമയത്ത് ഈ സംഭവം കാണിച്ചിട്ടുണ്ടല്ലോ. ഒരാള് പേഴ്സണൽ റീസൺ കാരണം വരാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ അയാൾക്ക് പേഴ്സണൽ ലൈഫും ഇല്ലേ? ഒരു പ്ലെയർ അയാൾ അത്രയും ഫോമിൽ നിന്ന് കളിച്ച് കഴിഞ്ഞിട്ടാണ് അയാൾ തിരിച്ചു. അത് സംഭവിച്ചാല് അങ്ങനെയെങ്കിൽ എല്ലാ പ്ലേയേഴ്സിനും ആ നിയമം കറക്റ്റ് ചെയ്യണം. എല്ലാവർക്കും അത് കൊടുക്കണം. നിങ്ങൾ മനസ്സിലാക്കാൻ സംഭവിച്ചാല് സഞ്ജുവിന് എടുക്കാത്തതിന് കാരണം സഞ്ജു ക്യാമ്പിൽ വന്നില്ല എന്നുള്ള ലെവലിലാണ് എടുക്കാഞ്ഞത്. എങ്കിൽ ആ ടീമിൽ ഓൾറെഡി ക്യാമ്പിൽ വരാത്ത ആൾ ടീമിലുണ്ട്. അതായത് സഞ്ജുവിന് വേറെ നിയമവും വേറെ പ്ലെയർക്ക് വേറെ നിയമം. അതുവഴി സഞ്ജുവിന്റെ കരിയറിൽ ചെയ്തേക്കണ ഏറ്റവും വലിയ ചതി കൊടും ചതി KCAന്റെ ചതി. അതായത് ഇവർക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അടിയിൽ അടിമകളായിട്ട് ഇവിടുത്തെ ക്രിക്കറ്റ് കളിക്കാർ വളരണം. ഒരു അസോസിയേഷൻ അവിടുത്തെ ആൾക്കാരെ അടിമയാക്കല്ല വേണ്ടേ, സപ്പോർട്ട് ചെയ്ത് ഒപ്പം നിർത്തി വേണ്ടത്. KCAക്ക് പൈസ കൊടുക്കണാരാ? നാട്ടുകാര് അല്ല, നാട്ടുകാരാ. അതിന് മുകളിലാരാ? BCCI. അപ്പൊ അവര് പറഞ്ഞ എന്ത് ചെയ്യണം? കേക്കണം. അപ്പൊ ആരെ പുറത്താക്കണം? അത് വേറെ കാര്യം. വൈസ് മാറ്റർ അരി ആരരി ഇതെന്താ പറയാ ഇതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാലോ, ഒരു പ്ലെയറിനെ കൃത്യമായിട്ടൊരു കാര്യം അറിയിക്കുക എന്നുള്ളതാണ് എന്ത് വ്യക്തമായിട്ട് ഇവിടുത്തെ അസോസിയേഷൻ ചെയ്യേണ്ട പരിപാടി. ഒരു പ്ലെയർ പേഴ്സണൽ റീസൺ കാരണം ക്യാമ്പ് അറ്റൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതേ പ്ലെയർ ഇതിന് മുമ്പും ക്യാമ്പ് അറ്റൻഡ് ചെയ്യാതെ നിങ്ങൾ എന്തിനാ പിന്നെ ആ പ്ലെയറിനെ രഞ്ജി ട്രോഫിയും സഞ്ജുവിന്റെ ലാസ്റ്റ് വിജയസാര 132 സംതിങ്ങാ. സഞ്ജുവിന്റെ ലാസ്റ്റ് ഓടി 100 100 അടിച്ചു നിൽക്കുന്ന ഒരു പ്ലെയറെ കൊണ്ടുപോയിട്ട് നിങ്ങൾ ഇമാതിരി പണിയും കാണിച്ച് നിങ്ങൾ എന്ത് മാതൃകയാണ് ഇവിടെ വളർന്നു വരുന്ന കുട്ടികൾക്കും ഇവിടെ ക്രിക്കറ്റിന് വേണ്ടി നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇത് ഈ ഞാൻ പറയാഞ്ഞിട്ടല്ല, പേരെടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് ചിലപ്പോൾ സഞ്ജുവിന് ചിലപ്പോൾ ഇങ്ങനെ ആശ്വസിക്കാം. ഓക്കെ, ഞാൻ പെർഫോമൻസ് ഒന്നും കൂടെ ലെവലായി ബെറ്റർ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നുകൂടെ ടീമിൽ കൺസിഡറേഷൻ വരും. ഇത് കളിച്ച കളികളിൽ ഫുള്ള് 100 ആണ്. ഇതിക്കുള്ള അയാൾ എന്താ ചെയ്യേണ്ടത്? അതും ഞാനത് മാത്രമല്ല നോക്കണേ. സഞ്ജു സാംസന്റെ ODI ആവറേജ് 56, അപ്പുറത്ത് ഋഷഭ് പന്തിന്റെ 33. ഋഷഭ് പന്ത് ഓൾറെഡി അവരുടെ ഒരു ആക്സിഡന്റ് ഒരു ബാഡ് പാച്ച് ആണ്. അയാൾ ഔട്ട് ഓഫ് ഫോം എന്ന് പറഞ്ഞ സാധനത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾ. രാഹുൽ അതിലും അവസ്ഥ. ഇതിരിക്കുന്ന സമയത്ത് സഞ്ജുന് ഗോൾഡൻ. അതും സഞ്ജു കളിക്കുന്ന സ്ട്രൈക്ക് റേറ്റ് 100-നേക്കാൾ മുകളിലാണ്.
100-നേക്കാൾ മുകളിൽ. അതായത് ഒരു കളിനെ ഗതി എങ്ങോട്ട് വേണമെങ്കിലും മാറ്റാവുന്ന ഒരു പ്ലെയറിന്. അത് ഇത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ള പ്ലെയർ. 1 ഇറക്കാം, 2 ഇറക്കാം, 3 ഇറക്കാം, 4 ഇറക്കാം, 5 ഇറക്കാം, 6 ഇറക്കാം. 3-ലും 4-ലും ഒക്കെ 50 അടിച്ച ഒരു പ്ലെയർ ഓടിയിൽ. ഇന്ത്യക്ക് ഇതിലും വലിയൊരു എല്ലാം ഉണ്ട്. സഞ്ജുവിന്റെ എല്ലാം ഉണ്ട്, ബാറ്റിംഗ് എല്ലാം ഉണ്ട്. പക്ഷെ സഞ്ജുവിനെ ബാക്ക് ചെയ്യാൻ ഒരു അസോസിയേഷൻ മാത്രമില്ല. അസോസിയേഷൻ അല്ല, ആരുമില്ല, ഒന്നുമില്ല സഞ്ജുവിനെ ബാക്ക് ചെയ്യാൻ. എന്തൊരവസ്ഥയാണ് ഇവിടെ നടന്നത്. ഇത് ചോദ്യം ചെയ്യാൻ ഇവിടുത്തെ നാട്ടിൽ 24/7 ചാനലുകൾ റെഡിയല്ല, ഒരു രാഷ്ട്രീയക്കാർ റെഡിയല്ല. എന്തിന് ക്രിക്കറ്റ് കളിക്കുന്ന, ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുന്ന ഒരാൾ പോലും KCAക്കെതിരെ പറയാൻ മടിക്കുക, പേടിക്കാന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് കുഞ്ഞു കൊടുക്കലാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന നാട്ടുകാർ? എന്താ അവിടെ ചെയ്യണേ? പലർക്കും പല നിയമം. കാരണം എന്താ പറയാതിരിക്കാൻ പറ്റും. ഇപ്പോഴെങ്കിലും ഇത് പറഞ്ഞാന്നുണ്ടെങ്കിൽ ഞാൻ ക്രിക്കറ്റ് കളിച്ച് നടന്നിട്ട് ഇനി കാര്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എന്തിന് ക്രിക്കറ്റ് കളിക്കുന്നത്? നമ്മളെ കണ്ണിന്റെ മുന്നിൽ ഒരാളുടെ കരിയർ വെട്ടുക എന്നുള്ളത് നമ്മൾ കാണുമ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റണം. കാരണം ഇതേ വെട്ടലിലൂടെ വന്ന ആൾക്കാരാണ് നമ്മൾ. അപ്പൊ നമ്മൾക്ക് അതിന് പെയിൻ എന്ന് വെച്ചാലേ സഞ്ജു കളിക്കുന്നില്ല. ഓപ്പോസിറ്റ് ഉള്ള ഓപ്ഷൻസ് ആയിട്ടുള്ള KL രാഹുൽ, ഋഷഭ് പന്ത് കളിക്കണമെങ്കിൽ അംഗീകരിച്ച് ഒരു കുഴപ്പമില്ല. പക്ഷെ സ്വന്തം അസോസിയേഷൻ തന്നെ ബാക്ക് സ്റ്റാബ് ചെയ്യണം. സ്വന്തം അസോസിയേഷൻ. ഇയാൾ പിന്നെ സഞ്ജു കാണുന്നുണ്ടെങ്കിൽ സേവ് ചെയ്ത് കേരളത്തിൽ നിന്ന് വേറെ വല്ല അസോസിയേഷനിൽ പോവാ. ചെന്നൈ ഒക്കെ കിട്ടണമെങ്കിൽ ചിലപ്പോൾ സഞ്ജുവിനെ പൊന്നു പോലെ കൊണ്ട് നടക്കും. ഇന്ത്യൻ ക്യാപ്റ്റൻ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ത് ഈഗോസ്റ്റിക്കാണല്ലോ നമ്മുടെ നാട്ടുകാര്. മലയാളികളുടെ ഒരു ബേസിക് സാധനം ഉണ്ടല്ലോ, ഒരുത്തരം നന്നാവാൻ സമ്മതിക്കില്ല, ഒരുത്തരം വളരാൻ സമ്മതിക്കില്ല. വളർന്ന ഏറ്റവും കൂടുതൽ അസുഖമായിരിക്കും ഇവരന്നെ. ഇവർക്ക് തന്നെ ഏറ്റവും വലിയ പ്രശ്നം ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന അവസ്ഥ. ഇത് ചോദ്യം ചെയ്യാൻ ഒരുത്തനുമില്ല. ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി അഭിമാനമായിട്ട് നമ്മളെല്ലാവരും സ്റ്റാറ്റസ് ഇട്ട് നമ്മളെല്ലാം അഭിമാനിച്ചിട്ട് സഞ്ജു സാംസൺ ചാമ്പ്യൻസ് ലീഗ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ചാമ്പ്യൻസ് ട്രോഫിക്ക് ഇന്ന് കിട്ടിയ എല്ലാവരും സ്റ്റാറ്റസും സഞ്ജുവാണ്. അവിടെ പോയി 100-50 അടിച്ച നമ്മൾ എന്തത് അതാണ് ഇല്ലാതാക്കിയപ്പോ KCAക്ക് അങ്ങനെ സമാധാനായി. കഷ്ടം. ഒറ്റ കാര്യം ചെയ്തത്, പുള്ളി കേരളത്തിൽ ജനിച്ചു പോയി. KCAക്ക് ഒരുമാതിരി മൂപ്പരെ കണ്ടെടുത്താൻ കണ്ടുകൂടാത്ത അവസ്ഥയായി.